കൂട്ടുകാരെ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. കുറേ നാളായിട്ട് എൻ്റെ മനസ്സിനെ അലട്ടുന്ന ഒരു ചോദ്യത്തിനുള്ള ഒരു ഉത്തരമാണ് എനിക്കിന്ന് കിട്ടിയിരിക്കുന്നത്. ഭയങ്കര സീരിയസ് ആണോ എന്ന് ചോദിച്ചാൽ കുറച്ചൊക്കെ സീരിയസ് ആയിട്ടുള്ള ഒരു കാര്യമാണ് കേട്ടോ. അപ്പോൾ പെൺകുട്ടികളെല്ലാവരും ഈ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണും കേട്ടോ. കാരണം ഈ ഒരു കാര്യം കൊണ്ട് പെൺകുട്ടികളാണ് ഏറ്റവും കൂടുതൽ വിഷമിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ പെൺകുട്ടികളുടെ ലൈഫിലേക്ക് എല്ലാ മാസവും മുടങ്ങാതെ വരുന്ന ഒരു അതിഥിയാണ് പീരിയഡ്സ്. അപ്പോൾ ഈ പീരിയഡ് സമയത്ത് ഉണ്ടാകുന്ന മൂഡ് സ്വിങ്സ്, പെയിന്, ഇതൊക്കെ കൊണ്ടൊക്കെ നമ്മൾ ഒരുപാട് വേദനകളും വിഷമങ്ങളും ഒക്കെ അനുഭവിക്കുന്നുണ്ട്. അതിന് കൂടാതെ ഈ സമൂഹത്തിൽ നിന്നുണ്ടാവുന്ന പ്രഷർ, ഈ സമൂഹം ഈ പീരിയഡ്സിന് കാണുന്നത് അശുദ്ധിയായിട്ടാണ് അല്ലേ. പലർക്കും അനുഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടാവില്ല. കാരണം പീരിയഡ് സമയത്ത് വിളക്ക് വെക്കാൻ പാടില്ല, പീരിയഡ് സമയത്ത് അവിടെ പോകാൻ പാടില്ല, ഇവിടെ പോകാൻ പാടില്ല എന്നൊക്കെ നമ്മൾ കുറേ തെറ്റായിട്ടുള്ള ഒരുപാട് പ്രസ്താവനകൾ ഈ ഒരു സമൂഹത്തിൽ വ്യാപിക്കുന്നുണ്ട്. ആരുടെയും വിശ്വാസത്തെ മുറിപ്പെടുത്താനല്ല ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. എല്ലാ വ്യക്തികൾക്കും നമ്മുടെ അഭിപ്രായങ്ങൾ തുറന്നു പറയാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടല്ലോ. അപ്പൊ അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ കുറെ പേർക്ക് ഹേർട്ടാവും എന്നറിയാം. എന്നിരുന്നാലും എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ ഞാൻ പറയും. എൻ്റെ ലൈഫിൽ പീരിയഡ് സമയത്ത് എനിക്ക് മറക്കാനാവാത്ത ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട് കേട്ടോ. എനിക്കതിപ്പോഴും ഓർക്കുമ്പോൾ എനിക്ക് ഭയങ്കര വിഷമാവുന്ന ഒരു അനുഭവമാണത്. ഒരു ദിവസം എനിക്ക് അമ്പലത്തിൽ നിന്ന് കുറച്ച് പ്രസാദം കിട്ടി. അപ്പോൾ എനിക്ക് ഈ അമ്പലത്തിലെ പ്രസാദം എന്നൊക്കെ പറഞ്ഞ് ഞാൻ ചാവും, എനിക്ക് അത്ര ഇഷ്ടമാണ് കേട്ടോ. എന്നിട്ട് ഞാൻ ആ പൊതിയിൽ കുറച്ചെടുത്ത് കഴിച്ചു. ആ കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ഒരാൾ ഓടി വന്ന് എന്നെ ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്തു, നീ എന്തിനാണ് ഈ സമയത്ത് അമ്പലത്തിലെ പ്രസാദം കഴിക്കുന്നത്? ഈ സമയത്ത് അമ്പലത്തിലെ പ്രസാദം കഴിക്കാനോ തൊടാനോ ഒന്നും പാടില്ല, നീ എന്ത് പൊട്ടത്തരാണ് കാണിക്കുന്നത്, അത് ഇതെന്നൊക്കെ പറഞ്ഞ് ആളെന്നെ ഭയങ്കരമായിട്ട് എന്തൊക്കെയോ പറഞ്ഞു. ആ ഒരു ഇൻസിഡന്റ് എനിക്ക് ഭയങ്കരമായിട്ടുള്ള വിഷമം ഉണ്ടാക്കി കേട്ടോ. ആ ടൈമിൽ വിഷമത്തോടെ ഞാൻ ദൈവത്തോട് ചോദിച്ചൊരു കാര്യമാണ്, ദൈവം ഇതിൽ എന്തെങ്കിലും ഒരു സത്യം ഉണ്ടോ? സത്യം ഉണ്ടെങ്കിൽ തന്നെ എപ്പോഴെങ്കിലും ഇതിന്റെ വാസ്തവം എന്താണെന്ന് എനിക്കൊന്ന് പറഞ്ഞു തരണം. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് കുറേ നാൾ കഴിഞ്ഞ് ഈ ഒരു ഇടയ്ക്കാണ് അതിന്റെ പുറകിലുള്ള സത്യം എന്താണെന്ന് എനിക്ക് മനസ്സിലായത്. എന്തുകൊണ്ടാണ് പീരിയഡ് സമയത്ത് നമ്മൾ പെൺകുട്ടികൾ അമ്പലത്തിൽ പോകാൻ പാടില്ല എന്ന് പറയുന്നത് എന്നുള്ള വീഡിയോ ആണ് ഞാൻ കണ്ടത്. അത് കണ്ടപ്പോൾ ഈ സമൂഹത്തിൽ ഇപ്പോഴും ജീവിച്ചിരിക്കുന്ന ഭൂരിഭാഗം പേരും പൊട്ടന്മാരാണ് എന്ന് എനിക്ക് മനസ്സിലായി. കാരണം ഉണ്ട് കേട്ടോ, നമ്മൾ പീരിയഡ് സമയത്ത് പെൺകുട്ടികൾ അമ്പലത്തിൽ കയറാൻ പാടില്ല എന്ന് പറയുന്നതിന്റെ കാരണം എന്താണെന്നറിയാമോ? ഈ ദൈവത്തിന് മാത്രമാണ് ഒരു സൃഷ്ടിയെ രൂപപ്പെടുത്തിയെടുക്കാനുള്ള കഴിവുള്ളത്. ആ ഒരു കഴിവ് ദൈവം സ്ത്രീക്കും കൂടെ വിഭജിച്ച് തന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഒരു കുഞ്ഞുണ്ടാവുന്നതിനുള്ള ഒരു തുടക്കമാണല്ലോ പീരിയഡ്സ് എന്ന് പറയുന്നത്. അപ്പോൾ പീരിയഡ് സമയത്ത് നമ്മൾ അമ്പലത്തിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ദൈവത്തിനൊപ്പം തന്നെ, അല്ലെങ്കിൽ ദൈവത്തെക്കാൾ ശക്തി ഉണ്ടാവും, ദൈവത്തെക്കാൾ ശക്തിയുണ്ട്. അപ്പോൾ ആ ടൈമിൽ നമ്മൾ വരുന്നത് കാണുമ്പോൾ ദൈവം എഴുന്നേറ്റ് നിൽക്കേണ്ടി വരും. അപ്പോൾ നമ്മൾ മുതിർന്ന ഒരാളെ കാണുമ്പോൾ നമ്മൾ എഴുന്നേറ്റ് നിന്ന് ബഹുമാനിക്കില്ലേ? ചിലപ്പോൾ ദൈവം ഇങ്ങനെ നമുക്ക് ആ പെൺകുട്ടികൾ ഈ പീരിയഡ് സമയത്ത് അവിടെ പോവുകയാണെങ്കിൽ ദൈവം ചിലപ്പം അവിടുന്ന് മാറി നിന്ന് ആ ഒരു സ്ഥാനം നമുക്ക് തരേണ്ടി വരും. ഇതൊന്നും ഞാൻ പറയുന്ന ഒരു കാര്യമല്ല. ഈ ഇടയ്ക്ക് ഒരു 2-3 വീഡിയോസ് ഞാൻ ഇങ്ങനെ കണ്ടു. അതുകൊണ്ടാണ് ഞാൻ ഈ പറയാനുള്ള കാരണം കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് പീരിയഡ് സമയത്ത് നമ്മൾ അമ്പലത്തിൽ പോകാൻ പാടില്ല എന്ന് പറയുന്നത്. പിന്നെ പ്രസാദം കഴിക്കാൻ പാടില്ല എന്നുള്ള ആ ഒരു തെറ്റിദ്ധാരണ എങ്ങനെയാണ് വന്നതെന്ന് എനിക്കറിയത്തില്ല. അതിന്റെ സത്യാവസ്ഥ എന്താണെന്ന് എനിക്കറിയത്തില്ല. എന്തായാലും ഈ ഒരു സമൂഹത്തിൽ പീരിയഡ്സ് തെറ്റാണ്, അല്ലെങ്കിൽ അശുദ്ധിയാണ്. പീരിയഡ്സ് ആകുമ്പോഴത്തേക്കും വിളക്ക് വെക്കാൻ പാടില്ല, അത് വെക്കാൻ പാടില്ല, ഇതാക്കാൻ പാടില്ല എന്ന് പറയുന്ന ആൾക്കാരോടാണ് എനിക്ക് പറയാനുള്ളത്. ഇതിന്റെ പുറകിൽ ഇതാണ് വാസ്തവം. അല്ലാണ്ട് പീരിയഡ്സ് അശുദ്ധിയോ അങ്ങനെയൊന്നുമല്ല. പീരിയഡ്സ് ഒരിക്കലും അശുദ്ധിയായിട്ട് കാണാൻ പാടില്ല. കാരണം പീരിയഡ്സ് എന്ന് പറയുന്നത് ദൈവം ഒരു സ്ത്രീക്ക് കൊടുത്തിരിക്കുന്ന ഏറ്റവും പരിശുദ്ധമായിട്ടുള്ള ഒരു വരദാനമാണ്. ആ ഒരു വരദാനം ഒരിക്കലും തെറ്റായിട്ട് കാണാൻ പാടില്ല. അങ്ങനെ തെറ്റായിട്ട് കണ്ടു കഴിഞ്ഞാൽ നമ്മളുടെ അമ്മയെ ഹേർട്ട് ചെയ്യുന്നതിന് തുല്യമാണ്. കാരണം സ്ത്രീ എന്ന് പറയുന്നത് അമ്മയാണ് നമ്മൾ പല സ്ഥലത്തും കേട്ടിട്ടുണ്ട്. ഇത്രയാണ് എനിക്ക് പറയാനുള്ളത്. ഞാൻ ശരിക്കും പറഞ്ഞത് കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായിട്ട്. കാരണം കുറേ ഞാൻ പീരിയഡ് സമയത്ത് ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. കുറേ പേര് കുറേ അന്ധവിശ്വാസങ്ങളൊക്കെ ആയിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇത് കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് ഈ ഒരു വീഡിയോയുടെ താഴെ കമന്റ് ആയിട്ട് അറിയിക്കാൻ മറക്കരുത് കേട്ടോ. ആരെയും ഹേർട്ട് ചെയ്യാൻ വേണ്ടിയല്ല, എൻ്റെ അഭിപ്രായം ഞാൻ തുറന്നു പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ ഓക്കെ, ബൈ.